E20 പെട്രോൾ ഉപയോഗിച്ചാൽ BS3 വാഹനങ്ങൾ കേടുവന്നേക്കാം എന്ന് സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി 2005-നും 2016-നും ഇടയിൽ പുറത്തിറങ്ങിയ വാഹനങ്ങളുടെ റബ്ബർ ഭാഗങ്ങളും ഗാസ്കറ്റ്സും മാറ്റേണ്ടി വന്നേക്കാം എന്നും രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, E20 പെട്രോളിന്റെ ഉപയോഗത്തിൽ വലിയ തരത്തിലുള്ള ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ ഇങ്ങനെ ഉണ്ട്, പ്രത്യേകിച്ചും ഈ മൈലേജിന്റെ അടക്കമുള്ള കാര്യത്തിൽ. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി കേടുവന്നേക്കാം എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഗഡ്കരി ഇതിൽ വിശദീകരിക്കുന്നത്? ആസ്വാദി E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതികരണം. രാജ്യസഭയിൽ രേഖാമൂലമുള്ള ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. പൂർണ്ണമായി സമ്മതിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഉത്തരം വായിക്കുമ്പോൾ തന്നെ അക്കാര്യം വ്യക്തമാണ്. അദ്ദേഹം വാഹനങ്ങൾ കേടുവന്നേക്കാം, BS3 വാഹനങ്ങൾ കേടുവന്നേക്കാം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2005-നും 2016-നും ഇടയിലുള്ള വാഹനങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചേക്കാം. അതായത് വാഹനങ്ങളുടെ റബ്ബർ ഭാഗങ്ങൾ, ഗ്യാസ്കറ്റുകൾ തുടങ്ങിയവ കേടുവന്നേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് വലിയ ചെലവുള്ള കാര്യമല്ല. സാധാരണ ഒരു സർവീസ് നടത്തുന്ന ഘട്ടത്തിൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന ന്യായീകരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ E20 അദ്ദേഹം ഇതിനകത്ത് ന്യായീകരിക്കുന്നുണ്ട് ഈ മറുപടിക്കകത്ത്. കാരണം വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമത നോക്കുമ്പോൾ അത് ബാധിക്കുന്നില്ല. പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, IOCL, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് തുടങ്ങിയവരൊക്കെ തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ പ്രശ്നങ്ങളില്ല എന്നാണ് മറുപടിയാണ്, അല്ലെങ്കിൽ ആ പഠനം തെളിയിക്കുന്നത് തന്നെ പ്രശ്നങ്ങൾ ഇല്ല എന്നതാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, വാഹനങ്ങളുടെ എഞ്ചിൻ മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും തകരാർ മാത്രമേ സംഭവിക്കൂ എന്ന ന്യായീകരണം കൂടി അദ്ദേഹം മറുപടിയിൽ നിരത്തുന്നുണ്ട്. ഒപ്പം തന്നെ മൈലേജ് കുറയും എന്ന ആശങ്കകൾ കൂടി ഇപ്പോൾ മറുപടി നൽകുകയാണ് ഗഡ്കരി അതിനകത്ത്. കാരണം ഇന്ധനം മാത്രമല്ല ഇത്തരത്തിൽ വാഹനത്തിൻ്റെ മൈലേജ് കണക്കാക്കുന്നു, മറിച്ച് വാഹനം ഓടിക്കുന്ന രീതി, അങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അപ്പോൾ പോലും ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, BS3 വാഹനങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാതി.